വിവരക്കയില്ല നിനക്ക്? ഒന്നല്ല 9 നോട്ടീസാ എനിക്കെതിരായിട്ട്. നാളെ അസംബ്ലിയിൽ അവരെന്നെ പിച്ച് ചീന്തും. മുഖ്യമന്ത്രിക്ക് മകനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം. അച്ഛൻ കിടന്ന് ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. എന്ത് തെളിച്ചു പറയാൻ? മകന്റെ അഴിഞ്ഞാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശസ്സുകൾ. പോലീസിനെ പാവയായി കയ്യിലടക്കി വെച്ചിരിക്കുന്ന മകൻ. ചീഞ്ഞു നാർന്ന് ദുർഭരണം. നാടുനീളെ നടക്കുന്ന കൊലപാതകങ്ങൾ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കറുത്ത കൈകൾ. ഇത്രയും പോരെ? ഇതിൽ കൂടുതൽ എന്ത് തെളിച്ചു പറയാൻ? ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ അതല്ലല്ലോ കാര്യം. ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നാളെ ഭരണകക്ഷി മുറുമുറു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും അറിയാം. തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. അച്ഛനത് പറയുമെന്ന് എനിക്കറിയാം. എല്ലാം തുറന്ന് സമ്മതിച്ചേക്ക്. എന്നിട്ട് പീലാത്തോസിനെ പോലെ കൈ ഒഴിക്കോ. ഞാൻ അകത്ത് കിടന്ന് കമ്പി എണ്ണിക്കോളാം. പോരെ? ശേരൻകുട്ടി, എന്താ നട്ടല്ലില്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു. പള്ളിക്കൂടം വാദ്യാരായിട്ട് കഴിഞ്ഞാൽ പോരായിരുന്നോ? ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത്. MLA-മാരെ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടെ നിന്നുണ്ടായെന്ന വിചാരം? അന്നേ അറിയാൻ പാടില്ലായിരുന്നോ? ഏലപ്പാറ LP സ്കൂളിലെ വെറും വാദ്യാര് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന്. എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട്? 1.5 സെന്റ് ഭൂമിയും ഒരു ഓലപ്പുരയും മുഷിഞ്ഞു നാറിയ ഒരു കതർ ഷർട്ടുമല്ലാതെ. ഇത് മുഴുവൻ കാശ് കൊണ്ടുണ്ടാക്കിയതാ. വെറും കാശ് കൊണ്ട് മാത്രം. അന്നൊക്കെ ശേഖരൻകുട്ടി ആവശ്യം പോലെ ഉപയോഗിച്ചില്ലേ? ഇന്നെന്താ മകനെ വേണ്ടാതായത്? അങ്ങനെ പറഞ്ഞ് എന്നെ ഇരുത്തിയൊന്നും വേണ്ട. അധികാരത്തിന്റെ സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു. എന്താ സംശയം? പിന്നെ മോക്ഷം കിട്ടാനാ ഇഞ്ചിക്കാട്ട് രാമകൃഷ്ണപിള്ളയെ മുഖ്യമന്ത്രിയാക്കാൻ ശേഖരൻകുട്ടി പാടുപെട്ടത്? ശേഖരൻകുട്ടി സാറിന്റെ പ്രശ്നം എന്താ? നാളെ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന്റെ വായ അടയ്ക്കണം. പോരെ? അവരുന്നയിച്ച ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം. അത്രയല്ലേ ആവശ്യമുള്ളൂ? അതുണ്ടാവും. ഞാൻ ഉറപ്പുവരുന്നു. പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറം എന്താ? ബ്ലാക്ക്. റോസ്. അത് കുറെ സംഘടിപ്പിക്കണം. കൂലിക്കായാലും തെറ്റില്ല. നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം. എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തല്ലി തകർക്കണം. ഭരണകക്ഷിയിൽപ്പെട്ട ആരുടെ? സംശയിക്കേണ്ട, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് തന്നെ. ആസിഡ് ബൾബോ സോഡാ കുപ്പിയോ കുന്തമോ കുറുവടിയോ എന്ത് വേണേലും ഉപയോഗിച്ചോളൂ. ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർ കിടന്നുറങ്ങുന്നുണ്ടാവും. അവരെ വെറുതെ വിടണ്ട. ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളൂ. പക്ഷെ സീരിയസ് ആകരുത്. ലോറൻസ്, നീ ഓർഗനൈസ് ചെയ്താൽ മതി. നേരിട്ട് ഇടപെടണ്ട. സാഗർ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഡീസന്റ് ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. എന്നാ തോന്നിയിട്ടുള്ളത്? കറക്റ്റ്. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല. ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലിത്തകർത്ത പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി MLA-മാരും നിശിതമായി വിമർശിച്ചു. തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണുണ്ടായത്. പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി തന്നെ ഇന്ന് നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രിയെ പല പാർട്ടി MLA-മാരും പ്രശംസിക്കുകയുണ്ടായി.
അറബിക്കടലിൽ പിള്ളേച്ച, അറബിക്കടലിൽ പിള്ളേച്ച, ജയ് ജയ് കേരള ദേശം, ജയ് ജയ് കേരള ദേശം, ഇഞ്ചിക്കാട നേതാവേ, ഇഞ്ചിക്കാട നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ജയ് ജയ് ഇഞ്ചിക്കാടൻ, ജയ് ജയ് ഇഞ്ചിക്കാടൻ, കള്ളാകുള്ള പിള്ളേച്ച, കള്ളാകുള്ള പിള്ളേച്ച, പൊള്ളത്തരമോ രാഷ്ട്രീയം, കൊള്ളത്തരമോ രാഷ്ട്രീയം, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ മുഷ്ടി ചുരുത്തി എതിർത്തവർ ഞങ്ങൾ, മുഷ്ടി ചുരുട്ടി എതിർത്തവർ ഞങ്ങൾ, തോറ്റിട്ടില്ല തോൽക്കുകയില്ല, തോറ്റിട്ടില്ല തോൽക്കുകയില്ല, കേരള ദേശം സിന്ദാബാദ്, കേരള ദേശം സിന്ദാബാദ്, ഇഞ്ചിക്കാടൻ സിന്ദാബാദ്, ഇഞ്ചിക്കാടൻ സിന്ദാബാദ്, ജയ് ജയ് കേരള ദേശം, ജയ് ജയ് കേരള ദേശം, ജയ് ജയ് കേരള ദേശം, ജയ് ജയ് ഇഞ്ചിക്കാടൻ, ഇഞ്ചിക്കാട നേതാവേ, ഇഞ്ചിക്കാട നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം ജാക്കി, പിന്നാലെ, ലക്ഷം പിന്നാലെ, എന്നെ വിട്ടിട്ട് പോകല്ലേ, എന്നെ ഉപദേശിച്ച് വെള്ളപ്പാത്താനാ, പിള്ളേച്ച, കള്ളാകുള്ള പിള്ളേച്ച, കള്ളാകുള്ള പിള്ളേച്ച, പൊള്ളത്തരമോ രാഷ്ട്രീയം, കൊള്ളത്തരമോ രാഷ്ട്രീയം, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ, മുഷ്ടി ചുരുത്തി എതിർത്തവർ ഞങ്ങൾ, മുഷ്ടി ചുരുട്ടി എതിർത്തവർ ഞങ്ങൾ, തോറ്റിട്ടില്ല തോൽക്കുകയില്ല, തോറ്റിട്ടില്ല തോൽക്കുകയില്ല, കേരള ദേശം സിന്ദാബാദ്. കേട്ടില്ലേ? അസംബ്ലിയിൽ ഞാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇഞ്ചക്കാരൻ എന്തെങ്കിലും വേല കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അയാൾ തുറുപ്പുലം തന്നെ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതല്ലാതെ വേറെ എന്തായിരുന്നാലും ശരി, അയാൾ ഇന്ന് വിവരം പറഞ്ഞേനെ. അതിന് തയ്യാറായാണ് ഞാൻ പോയത്. പക്ഷേ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോ സംഗതി വഷളായില്ലേ? അതിന് ഇക്കാര്യത്തിൽ പിള്ളച്ചേട്ടൻ നിരപരാധിയല്ലേ? അതെനിക്കും തനിക്കും അറിയാം. പക്ഷേ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയമെടുക്കില്ലേ? ഞാനീ പറഞ്ഞതൊക്കെ സ്ട്രിക്ട്ലി അൺഒഫീഷ്യൽ, ഓഫ് ദി റെക്കോർഡ്സ്. ഞങ്ങളുടെ അനുമാനങ്ങളാണ്, ശരിയാകണമെന്നില്ല. പിന്നെ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കണം. അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യരുത്. അത് പറയണോ? എന്തു വന്നാലും അതിന്റെ റിസ്ക് എന്റെ മാഗസിൻ കവർ ചെയ്യും. അണ്ടർവേൾഡ് കിങ് സാഗർ ഇലിയാസ് ചാക്കി helps the chief minister to overcome the political crisis. എന്തു പറ്റി അശ്വതി? ഹേയ്, ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കലിന്റെ ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചതാ. അധോലോക രാജാവിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം. സാഗർ അഥവാ ജാക്കി മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്ക്. ആ അപ്പോഴേ സാറേ, എനിക്ക് ജാക്കി ഒന്ന് പരിചയപ്പെടണം. അതിനെന്താ മാർഗം? അശ്വതി പരിചയപ്പെടാൻ മാത്രം അയാൾ അത്ര വലിയ ആളാണോ? ആഫ്റ്റർ ഓൾ ഈസ് എ തേർഡ് റേറ്റ് ക്രിമിനൽ. നിങ്ങൾക്കതായിരിക്കും, ബട്ട് ടു ജേർണലിസ്റ്റ് ഈസ് എ ഹോട്ട് സബ്ജക്ട്. ഹോട്ട് സബ്ജക്ട്. ഈ റാസ്കൽസിനെ ഒക്കെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന നിങ്ങളെ വേണം പറയാൻ. അശ്വതിക്ക് വേറെ ജോലിയൊന്നുമില്ല. ജീവൻ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് ചായക്കോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. തെങ്ങിന്റെ കാറ്റുവീഴ്ചയെക്കുറിച്ചും റബ്ബറിന്റെ വിലയെക്കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും. എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും. പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളാ. ഹൗ ദേ കൺട്രോൾ ദ പൊളിറ്റിക്കൽ മെഷീനറി. അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനമാടുന്നു. പോലീസുകാരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത്. സാറ് മാത്രമല്ലല്ലോ, ഇവിടെ വേറെയും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം, വിത്തൗട്ട് യുവർ ഹെൽപ്പ്. ഓ, രാഘവൻ താനുമരുൾ ചെയ്തു, യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും, എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ. ആർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്ന് ലങ്കാപുരം. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്ന് ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടീരിനാർ. വാനരേന്ദ്രന്മാർ അഭയം തരീകെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നീടിനാർ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വൻപനായുള്ളോരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം. നീ എപ്പോ വന്നു മോനെ? ഞാൻ അറിഞ്ഞതേയില്ല.
രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ കരുതി. ഭഗവാനെ, ശ്രീരാമചന്ദ്ര, നീ ഇതൊന്നും മറന്നില്ലേ മോൻ? അമ്മ പഠിപ്പിച്ചു തന്നല്ലേ, എങ്ങനെ മറക്കാൻ? അമ്മേ, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് കഴിച്ചില്ല. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, നീ വേഷം മാറിയിട്ട് വാ. അവിടെ ഇരിക്കേ. ആ? അമ്മ അവിടെ ഇരിക്കേ. എന്റെ കൂടെ താമസിക്കാൻ അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത്? ടൗണിൽ താമസിച്ചാ ശരിയാവില്ല മോനെ. എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോക്കും ഒക്കെ മുടങ്ങും. അതിനവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല. പൈപ്പ് തുറന്നാൽ മതി, 24 മണിക്കൂറും വെള്ളം കിട്ടും. പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെ ഉണ്ട്. നിന്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല മോനെ. ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യയ്ക്ക് ആരാ ഒരു തിരി കൊളുത്തുക? എന്റെ കാലം കഴിയുന്നത് വരെയെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വടക്കേ പറമ്പിൽ 10 മൂട് തെങ്ങ് വെക്കണം. കുറെ ചേനയുടെ വിത്തിരിപ്പുണ്ട്. മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഒന്ന് നടണം. ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ? പിന്നെ കിട്ടണം. എടാ, നീ എന്നെ കളിയാക്കുവന്നോ? ഞാൻ അമ്മയെ കളിയാക്കൂ? എന്നാ നീ 4-5 ദിവസം അവിടെ നിന്ന് പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് പോയേച്ചാ മതി. നല്ല കാര്യമായി. ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം മാറിയെന്നാൽ അവിടെ ആകെ കുഴപ്പത്തിലാവും. പിന്നെ 4-5 ദിവസം. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നീ അവിടെ എന്ത് ബിസിനസ്സാ ചെയ്യുന്നേ? എപ്പോ ചോദിച്ചാലും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലുമൊക്കെ പറയും. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാ അമ്മയ്ക്ക് മനസ്സിലാവൂ? നിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നും എനിക്കറിയണ്ട. എപ്പോ നോക്കിയാലും ടൂറും യാത്രയും തന്നെ. അല്ല, നീ കല്യാണം കഴിച്ചാ എന്ത് ചെയ്യും? അതല്ലേ കല്യാണം കഴിക്കാത്തത്. കഴുത എന്ത് ചോദിച്ചാലും തർക്കുത്തരവേ പറയൂ. അപ്പോഴേ എന്താ നിന്റെ ഭാവം? വയസ്സ് 28ആയി. ആ പുണ്യനായരുടെ മോള് വത്സല നല്ല അടക്കം ഒതുക്കം ഉള്ള പെണ്ണ. കുടുംബം കൊണ്ടും ചേരും. വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നീ അവളെ ചെന്നൊന്ന് കാണ്. നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം. മോനെ, എടാ മോനെ, എന്തുറക്കമായത്? വാ, അകത്ത് പോയി കിടക്കാം. നീ പോന്ന വഴി ആ അപ്പുണ്ണിനാരുടെ അവിടെയൊന്ന് കേറിയേക്ക്. കൂട്ടത്തിൽ വത്സലയൊന്ന് കാണാമല്ലോ. കുന്തത്തിന് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതെ, മീനാക്ഷി അമ്മ ചൂടായാലും കാണാൻ നല്ല രസമാണ്. പോടാ അവിടുന്ന്. ഞാൻ വരട്ടെ. എന്തൊരു വരവും പോക്കും അമ്മനെ ഇത്. അടുത്ത തവണ വരുമ്പോ 2 ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം. ശരി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എനി മെസ്സേജ്? മിസ്റ്റർ കിഷോർ വിളിച്ചിരുന്നു. 2:30 ഫ്ലൈറ്റിൽ ദുബായിക്ക് പോകും. അതിനു മുമ്പ് സാർ അർജന്റായി കോൺടാക്ട് ചെയ്യണമെന്ന്.